സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് മുതലപ്പുഴിക്കാർ. വീണ്ടും പറയാനുണ്ട് ആ മനുഷ്യർക്ക് ചിലതൊക്കെ. ഒന്ന് കേൾക്കാം. ഞങ്ങൾക്ക് പണി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ വീട് പട്ടിണിയാണ്. ഞങ്ങൾ വീട് പട്ടിണിയാണ്. ഞങ്ങളെ ഒരേ കോടി രൂപയുടെ മുതലാണ് ഞങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ബോട്ടും കപ്പലും എല്ലാം, കപ്പലൊന്നും ഇല്ല അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ പോയി പണി ചെയ്യണ്ടേ? ഞങ്ങൾ പണി ചെയ്തല്ലേ ഞങ്ങളെ കുടുംബം നടക്കാൻ പറ്റൂ. ഒരു കാരണമില്ല, ഒരു ശ്രദ്ധയും കാണിക്കില്ല സർക്കാർ. 78-79 ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ്. 6 മീറ്ററോളം താഴ്ച ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണിത്. ഈ ജീവൻ പോയ സ്ഥലത്താണ് ഞങ്ങൾ ഈ നിൽക്കുന്നത്. പക്ഷേ ഇനി വരുന്ന സമര പരിപാടികൾ ഞങ്ങൾ മരണം പോയാലും ശരി തന്നെ ആ സമരം മുമ്പോട്ട് തന്നെ പോകും. നമ്മളെ കുടുംബം മത്സ്യബന്ധനമായിട്ടുള്ള ഒരു ജീവിതം തന്നെ, അല്ല വേറെ ഒന്നുമില്ല. ഇപ്പോൾ നമ്മളെ അവസ്ഥ തന്നെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ 4 പേര് നിൽക്കുമ്പോൾ നമ്മൾ വന്ന് നോക്കി നിൽക്കുന്നു. ഒറ്റണിയായിട്ട് ഇപ്പോൾ വീട്ടിൽ പോയി മക്കളെയും കുട്ടികളെ നോക്കാനല്ലേ പറ്റൂ. ഇപ്പോൾ ഞങ്ങൾ ഇത്രയും വള്ളം കണ്ടില്ല, ട്രാക്ടറിൽ വലിച്ചു കൊണ്ടുവന്ന കൊല്ലം ജില്ലയിൽ പോവുകയാണ്. ഞങ്ങളുടെ MLAക്ക് മന്ത്രിക്കൊന്നും കഴിവില്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിവുള്ളവർ അന്വേഷിച്ച് പോകുന്നു. ഞങ്ങൾക്ക് ഇതുവഴി അന്നുള്ള ആഹാരത്തിന് പോയാൽ മാത്രമേ ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള വഴി കണ്ടെത്താൻ പറ്റൂ. ഞങ്ങൾക്ക് ഇതുവഴി പോകാൻ പറ്റുന്നില്ല. ആദ്യഘട്ടത്തിൽ ഇച്ചി പോലെ മണ്ണിങ്ങനെ കൂടിയാൽ അവർ ആദ്യം അത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയാണ് കൂടുതലും. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഒന്നരകം പട്ടിണിയിലാണ്. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഈ മണൽ നീക്കാനുള്ള കടപ്പാട് ആരുടെയാ? സംസ്ഥാനത്തിൻ്റെ. കേന്ദ്രത്തിനെ പിടിക്കേണ്ട കാര്യമല്ല. കേന്ദ്രത്തിന് എന്തിനാ പിടിക്കുന്നവർ? ഈ പൊഴിയിൽ പോലെ മരിച്ച ഒരു വ്യക്തി, എത്രയോ എൻ്റെ അമ്മമാരും പെങ്ങന്മാരും സഹോദരിമാരൊക്കെ അവർ കണ്ണുനീരൊഴിക്കുകയാണ്. അത് ഒന്ന് അവർക്ക് എങ്ങനെ തരാം? അവർക്ക് പൈസ വേണം. ഈ വിഷയത്തിൽ സർക്കാരിന്റെ വീഴ്ചകൾ എന്തൊക്കെയാണെന്നതിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്.